ഒരു കപട ജ്യോതിഷിയുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ഒരു സൈക്കോ ക്രിമിനൽ തൻ്റെ അയൽവാസിയായ സ്ത്രീയെ വെട്ടിക്കൊല്ലുന്നു. തുടർന്ന് അയാൾ ജയിലിൽ പോകുന്നു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം കോടതിയുടെ കാല് പിടിച്ച് ഞാൻ മാനസാന്തരപ്പെട്ടു, എന്നെ ജീവിക്കാൻ അനുവദിക്കണം, എനിക്ക് ജാമ്യം അനുവദിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് ജാമ്യം വാങ്ങി പുറത്തിറങ്ങുന്നു. അയാൾ അതേ വീട്ടിലേക്ക് തന്നെ തിരികെ വരുന്നു. ബാധിക്കപ്പെട്ട കുടുംബത്തിന് ഇയാൾ ഒരു ഭീഷണിയാകുന്നു. ബാധിക്കപ്പെട്ട കുടുംബം പോലീസിൽ പരാതി നൽകുന്നു. പോലീസുകാർ ഒന്നും ചെയ്യുന്നില്ല. പകരം ഇവരെ രണ്ടു കൂട്ടരെയും വിളിച്ചിട്ട് ഒരു അനുരഞ്ജന ചർച്ച നടത്തിയിട്ട് പറഞ്ഞു വിടുന്നു. ശേഷം ഇതേ ക്രിമിനൽ ആ കുടുംബത്തിലെ രണ്ടുപേരെ നിഷ്കരുണം വധിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ രണ്ട് പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾക്ക് ഇന്ന് ആരുമില്ല. നവീൻ ബാബുവിൻ്റെ രണ്ട് കുട്ടികളുടെ കരച്ചിൽ കേരളം കണ്ടതാണ്. ഒരുപക്ഷെ അതിനുശേഷം കേരളത്തെ പിടിച്ചുലച്ച, മലയാളി മനസാക്ഷിയെ പിടിച്ചുലച്ച രണ്ട് പെൺകുട്ടികളുടെ കരച്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. താങ്കളും കണ്ടു കാണുമല്ലോ, എന്ത് തോന്നുന്നു? ഇത് ഒരു ഞെട്ടിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പോരാ, ഇത് കേരള മനസാക്ഷിയെ മുഴുവൻ മരവിപ്പിച്ചൊരു സംഭവമാണ്. കാരണം ഈ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നിരിക്കുന്ന കൊലപാതക പരമ്പരകളിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ളത് ഇതാണ്. നവീൻ ബാബുവിൻ്റെ കേസ് പോലും ഇതിൻ്റെ വെട്ടത്ത് വരില്ല. കാരണം വെച്ചാൽ ആ രണ്ട് പെൺകുട്ടികൾ അവിടെയും അനാഥമായെങ്കിലും ഇവിടെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത്ര ഭീകരമായ ഒരവസ്ഥ. കുഞ്ഞുങ്ങൾ അനാഥമെന്ന് പറഞ്ഞാൽ പോരാ, അവർ എത്ര വലിയ ട്രോമയിലാണെന്നുള്ളതാണ്. കണ്ടു നിൽക്കുന്ന മനുഷ്യർ, നമ്മൾ പോലും ട്രോമയിലാകുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആര് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതിങ്ങനെ തുടർന്നാൽ മതിയോ എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതിൽ ആരാണ് കുറ്റക്കാർ? പലരും പറയുന്നത് ചെന്താമരയുടെ പിന്നിൽ ചെങ്കൊടി ഉണ്ടെന്നാണ്. ചെങ്കൊടി ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ എനിക്കൊരു ആദ്യത്തെ ഒരു എൻക്വയറിയിൽ അങ്ങനെ ഒരു കാര്യം കണ്ടില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, പിണറായി സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ക്രിമിനൽ കൈകാര്യം ചെയ്യുന്ന നയം, അല്ലെങ്കിൽ പോലീസ് നയം, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ എടുക്കുന്ന നയം, ഇതൊന്നും നമ്മുടെ ജുഡീഷ്യറിയുടെ ശരിയായ പോക്കിന് ചേർന്നതല്ല എന്ന് ചെറിയ വക്കീലൂടെയായ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും. കാരണം പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പോലീസ് പ്രോസിക്യൂഷന് കൊടുക്കുന്ന അറിവുകൾ, അത് വച്ചിട്ട് ജാമ്യം തള്ളണോ വേണ്ടയോ എന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ തിരുവനന്തപുരത്തൊരു CI, അന്ന് SI ആണ് സ്റ്റേഷൻ്റെ ചുമതലയുള്ളത്. CI എന്ന് പറയുന്നത് 4-5 സ്റ്റേഷനുകളുടെ ചുമതലയുള്ള ആളാണ്. ഒരു CIയുടെ മുമ്പിൽ ഞാനൊരു റെസിഡൻസ് പ്രൊവിഷനുകളെ സംബന്ധിച്ച് ഒരു പ്രശ്നം ചർച്ച ചെയ്യാനിരിക്കുകയാണ്. രാവിലെ 8:30 മറ്റേ ആയുള്ളൂ. അപ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ്. സർ, ആ പ്രതിയെ ഞങ്ങൾ പിടിച്ചു. അപ്പോൾ ഇദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്യണം, മിടുക്കൻ, നീ നന്നായി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 10-20 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പറഞ്ഞു, സാറേ അയാൾ കയ്യിൽ നിന്ന് ചാടിപ്പോയി, വാനിൽ നിന്ന് ചാടിപ്പോയി എന്ന്. ഇയാളുടെ ആ ഭാവമാറ്റവും രൂപവും കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്താ കാണിക്കുന്നത്? നിന്നെ ഞാൻ കുനിച്ച് നിർത്തി ഇടിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മഹേന്ദ്ര സിംഹൻ, ഈ പേര് തന്നെ അദ്ദേഹത്തിന് യോജിക്കാത്തതാണ്. ഈ മഹേന്ദ്ര സിംഹൻ എന്ന് പേരിട്ടിട്ട് ഒരു സിംഹത്തിൻ്റെ പൂടയുടെ പ്രവൃത്തി പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളതാണ്. ഇതെന്തൊരു ക്രൂരതയാണ്! ഈ രണ്ട് കുഞ്ഞുങ്ങൾ വന്ന്, അല്ലെങ്കിൽ അവരുടെ പിതാവ് വന്ന് കരഞ്ഞു പറഞ്ഞിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോലീസിന് കഴിയുന്നില്ല. ഞാൻ ആ സംഭവത്തിൻ്റെ കാര്യം പറയാൻ കാര്യം, ഒരു പോലീസ് ഓഫീസറെ ഒരു CI കൈകാര്യം ചെയ്ത രീതിയാണ്. ആ ഒരു, നിനക്കറിയില്ലായിരുന്നോ അയാൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു പ്രതിയാണ്, അവനെ പിടിക്കുമ്പോൾ അതിൻ്റെ ജാഗ്രത കാണിക്കണ്ടേ? സാർ, അയാൾക്ക് മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞു. സാർ, നിവൃത്തിയില്ലായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞിടത്ത് തന്നെ പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. അപ്പോൾ നിർത്തിയത് എവിടെ? ഒരു കൊക്കയുടെ അടുത്താണ്, കൊക്ക പോലെ താഴ്ചയുള്ള സ്ഥലത്ത്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഈ CIയെ വിരട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, നിനക്ക് ഇത്ര ബോധമില്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരുത്തിനെ, ഒരു ക്രിമിനലിൻ്റെ പശ്ചാത്തലം പഠിക്കണ്ടേ? നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്നെ രണ്ടാമത് പിടിക്കുന്ന ഒരുത്തിനെ ഞാനിപ്പോൾ ഇങ്ങനെ വിടാൻ പറ്റുന്നുണ്ടോ? ഞാൻ നിന്നെ ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അയാൾ. എന്നിട്ട് അപ്പം തന്നെ തൊപ്പിയെടുത്തുകൊണ്ട് ഇറങ്ങിക്കോ, ഇന്ന് സ്റ്റേഷനിൽ കണ്ടുപോരുത്, കയറിപ്പോരുത്, അവനെ പിടിച്ചല്ലാതെ കയറിപ്പോരുത്, ഞാനെന്താ വരുന്നതെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങുകയാണ്. ആ ഒരു സമീപനം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അതെങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതിന് പോലീസ് സംവിധാനം എങ്ങനെ മാറിപ്പോയി എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ കാണിക്കുന്ന അനാസ്ഥ പറഞ്ഞറിയിക്കാനൊക്കില്ല. ഇപ്പോൾ ഇയാൾക്ക് ജാമ്യം കിട്ടിയത് എങ്ങനെയാണ്? ഈ പ്രോസിക്യൂഷൻ ഒരാളുടെ മിടുക്കൊണ്ടാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പ്രതിക്ക് വേണ്ടി ആണോ പ്രോസിക്യൂഷൻ നിൽക്കുന്നത്, വാദിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇരയ്ക്ക് വേണ്ടിയാണോ പ്രോസിക്യൂഷൻ നിൽക്കുന്നതെന്ന് ചോദിക്കേണ്ട ഒരു സമയവും കൂടി ആയിരിക്കുകയാണ്. മനസ്സിലായി. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, ഈ പറയുന്ന രാജസിംഹനോ എന്തായാലും ആ സിംഹൻ്റെ പിടിപ്പുകേടാണ് ഇതിനെല്ലാത്തിനും കാരണം. ശരിക്കും
ഈ കൊലയാളി, ഈ സൈക്കോ കില്ലർ തൻ്റെ വീടിനടുത്ത് വന്ന് താമസിക്കുകയാണ്. ഇയാൾ എനിക്കും മക്കൾക്കും ഭീഷണിയാണ് എന്നൊരു സാധുവായ പിതാവ് വന്ന് പറയുമ്പോൾ അനുരഞ്ജനത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ നിൽക്കുകയാണ് ഈ വിദ്വാൻ ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ അന്നേരം തന്നെ സ്റ്റേഷൻ കസ്റ്റഡിയിലേക്ക് മാറ്റുകയും കോടതിയെ വിവരം ധരിപ്പിക്കുകയും ഇവനെ അവിടെ നിന്ന് നേരെ കോടതിയിൽ നിന്ന് നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കോടതിയല്ല, സ്റ്റേഷനിൽ നിന്ന് നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. ചെയ്തില്ല. എന്നിട്ട് വളരെ ലിബറലായി ചിന്തിച്ച് അദ്ദേഹത്തെ അങ്ങ് ജീവിക്കാൻ വിട്ടു. ആ തെറ്റിന് മാപ്പില്ല. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാലക്കാട് SP ആയിട്ട് നിൽക്കുന്ന ആനന്ദ് IPS ആണ്. വളരെ കമ്പാരിറ്റീവ്ലി ജൂനിയർ ആയിട്ടുള്ളൊരു SP ആണ്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ കായികമായി കൈകാര്യം ചെയ്തതിന് അതിനുശേഷം മാത്രമേ അദ്ദേഹം പറയുന്ന എക്സ്പ്ലനേഷൻ കേൾക്കേണ്ടതുള്ളൂ. കാരണം ഇത് 2 കുട്ടികളുടെ ഭാവിയുടെ പ്രശ്നമാണ്. അവിടെ നിയമപരമായി കായികമായി കൈകാര്യം ചെയ്യാമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അയാൾ നല്ല തല്ലർഹിക്കുന്ന പ്രവൃത്തിയാണ് ഇയാൾ കാണിച്ചത്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇതിന് ശേഷം ഈ ഒരു സംഭവം എന്തുകൊണ്ട് ഈ SI അല്ലെങ്കിൽ ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, അദ്ദേഹം CI ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം എന്തുകൊണ്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ഈ വിവരം അറിയിച്ചില്ല? എന്തുകൊണ്ട് ആ കുടുംബത്തിന് സുരക്ഷ ഉറപ്പാക്കാനായിട്ട് നടപടികൾ ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ അന്വേഷിക്കുമ്പോൾ അറിയുന്നൊരു കാര്യം, അങ്ങനെ അറിയിച്ചാലും ഇരയ്ക്ക് അനുകൂലമായ ഒരു നടപടി പലപ്പോഴും കോടതികളിൽ നിന്ന് ഉണ്ടാകാറില്ല എന്ന് പറയുന്നു. ഞാൻ ഞെട്ടലോട് കൂടിയാണ് അത് കേട്ടത്. സാധാരണഗതിയിൽ കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു സമീപനം ഉണ്ടാകില്ല. ഞാൻ തർക്കിച്ചു, ഉദ്യോഗസ്ഥനോട് തർക്കിച്ചു, അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല. അപ്പോൾ അദ്ദേഹം അക്കമിട്ട് നിർത്തുകയാണ്, ഇന്ന സംഭവങ്ങളിൽ പോലീസിൻ്റെ നടപടി ഈ പറയുന്നത് പോലെ കോടതി പലപ്പോഴും മുഖവിലേക്ക് എടുത്തില്ല. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ്? ആ രീതിയിലാണ് പ്രതിഭാഗം വക്കീൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അയാളുടെ മാനസികാവസ്ഥ, അയാളുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം, അല്ലെങ്കിൽ അയാളുടെ ആരോഗ്യ പ്രശ്നം, അങ്ങനെ എക്സെട്ര ഒരു 100 കാര്യങ്ങൾ നിരത്തുമ്പോൾ കോടതികളും ഈ ജാമ്യ വ്യവസ്ഥയിൽ അത്യാവശ്യം തരികടയൊക്കെ കാണിച്ചാൽ പോലും പ്രതികൾക്ക് അനുകൂലമായ ഒരു സമീപനം കൈക്കൊണ്ടു. റീസെൻ്റ്ലി ചില ഉദാഹരണങ്ങൾ, കേസുകൾ ഞാൻ ഏതാണെന്ന് എടുത്ത് പറയുന്നില്ല, ഓരോ കേസും ഉദ്യോഗസ്ഥൻ അക്കമിട്ട് നിരത്തുന്നു. ഒരു പക്ഷേ ഈ പറയുന്ന ഈ ചെന്താമരയോ എന്താണ് ആ ക്രിമിനൽ, സൈക്കോ ഭ്രാന്തൻ, പച്ചമലയാളത്തിൽ അങ്ങനെ തന്നെ പറയാം, അയാളെ പിടിച്ചുകൊണ്ട് കോടതിയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയാലും ഈ പറയുന്നത് പോലെയുള്ള സൈക്കോളജിക്കൽ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരത്തിയായിരിക്കും അയാളുടെ വക്കീൽ കോടതിയുടെ മുന്നിൽ കാര്യങ്ങൾ സമർത്ഥിക്കുക. ഒരു പക്ഷേ കോടതി അയാൾക്ക് അനുകൂലമായി ഒരു വിധി ഒരു പ്രഖ്യാപനം നടത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഒരു ഉദ്യോഗസ്ഥനോട് പറയുകയാണ്. അതുകൊണ്ടായിരിക്കാം, അദ്ദേഹത്തെ ന്യായീകരിക്കുന്നതല്ല, തല്ലുകൊള്ളേണ്ട പ്രവൃത്തിയാണ് അയാൾ കാണിച്ചത്, നെന്മാറ SHO ചെയ്തതിന് യാതൊരു ന്യായീകരണവുമില്ല. പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇയാൾ അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് പോലീസുകാരിൽ അങ്ങനെ ഒരു പറച്ചിലുണ്ട്. എനിക്കറിയില്ല, അതൊരു ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. പക്ഷേ കാര്യങ്ങൾ അക്കമിട്ട് നിർത്തുമ്പോൾ ജുഡീഷ്യൽ സിസ്റ്റവും ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം വല്ലാത്തൊരു ആശങ്കയാണ് എൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് താങ്കൾ പറഞ്ഞത്. അതായത് ഒരു കേസ് എങ്ങനെ ശിക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു കേസിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് വലിയ പ്രധാനമാണ്. ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട്, അയാളുടെ ശ്രമകരമായ കണ്ടെത്തലുകൾ വളരെ പ്രധാനമാണ്. ഇത് പ്രോസിക്യൂഷനെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്രതിയുടെ വക്കീൽ പലതും പറയും. പ്രതിയുടെ വക്കീലിനെ കാരണം ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടായിരിക്കും അയാളെ വിളിച്ചിരിക്കുന്നത്. അയാൾ പല കാര്യങ്ങളും പറയും. പക്ഷേ ഇതിനെ ഖണ്ഡിക്കേണ്ടത് ആരാണ്? ഖണ്ഡിക്കേണ്ടത് പ്രോസിക്യൂഷനാണ്. അപ്പോൾ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് സർക്കാരാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് ജനങ്ങൾ കാശ് കൊടുത്ത് വെച്ചിരിക്കുന്ന സംവിധാനമാണ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത്. അത് ഇന്നെഫക്റ്റീവായി പോകുന്നു. അവർക്ക് ഈ വാദങ്ങളെ ഖണ്ഡിക്കാനുള്ള യാതൊരുവിധ താല്പര്യവും കാണുന്നില്ല, അല്ലെങ്കിൽ അത് എന്ത് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നതാണ് പ്രധാന കാരണം. ഇപ്പോൾ ഇവിടെ തന്നെ ഈ മഹേന്ദ്ര സിംഗിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. അയാൾ പത്രത്തിൽ കൂടെ നമ്മളെല്ലാവരും ഉച്ചരിച്ച് അയാളുടെ പേര് പ്രസിദ്ധമാവുകയാണ് ചെയ്തത്. അത് വേറെ ഒന്നുമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചെടുക്കും. ഇയാളെ ശരിക്കും പറഞ്ഞാൽ കൂട്ടുപ്രതിയാക്കേണ്ടതാണ്. ഇവിടെ ഉരുട്ടുകൊല കേസിൽ പണ്ട് ഭുവനേന്ദ്രൻ്റെ കേസുണ്ടല്ലോ, അതിൽ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയായി വന്നു, ശിക്ഷിക്കപ്പെട്ടു. പ്രോസിക്യൂഷൻ സർക്കാർ ഭയങ്കരമായിട്ട് നോക്കി അവരെ രക്ഷിക്കാൻ സാധിച്ചില്ല. കാരണം ആ കൊലയ്ക്ക് കൂട്ടുനിന്നവർ പോലീസുകാരാണ് എന്നുള്ളത് വന്നു കഴിഞ്ഞു. അപ്പം അതുപോലെ ഈ SHOയ്ക്ക് എതിരെ ഒരു കൊലക്കുറ്റത്തിൻ്റെ പ്രേരണയ്ക്കെങ്കിലുമുള്ള കാരണമാകുന്ന വിധത്തിലുള്ള ഒരു കേസ് ഫയൽ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പ്രോസിക്യൂഷനെ കൂടെ മാറ്റേണ്ടതാണ്. ഈ പ്രോസിക്യൂഷൻ എന്താണ് ചെയ്തതെന്നുള്ളത് നമ്മൾ നോക്കണ്ടേ? ഈ പ്രതിഭാഗം ഇത്ര ബാധിച്ചെങ്കിൽ ഇയാളൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം, അല്ലെങ്കിൽ ഇയാളുടെ വാദം ശരിയായിരുന്നില്ലെന്നാണ്. അപ്പോഴാണ് നമ്മൾ പ്രോസിക്യൂഷൻ ആരാണെന്ന് നോക്കുന്നത്. പ്രോസിക്യൂഷൻ ആരാണ്? പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് പലപ്പോഴും സർക്കാരിൻ്റെ ശിങ്കിടികൾ, കൊടി പിടിക്കുന്നവരെയാണ് വക്കീലാക്കി വെക്കുന്നത്. എന്നിട്ട് പൊതുജനങ്ങളുടെ കേസ് ഇതുപോലെ നടത്തി അവനെ വെറുതെ വിടുന്ന വിധത്തിൽ, പ്രതിയെ വെറുതെ വിടുകയും ഇരയെ ക്രൂശിക്കുകയും ചെയ്യുന്ന വിധത്തിലാക്കി തീർക്കുകയാണ്. അതേസമയം സർക്കാരിൻ്റെ കേസാണെങ്കിൽ കോടികൾ ചെലവാക്കി സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും ഒക്കെ പ്രഗത്ഭനായ വക്കീലിനെ കൊണ്ടുവന്ന് കേസ് നടത്തും.
അപ്പോൾ പൊതുജനത്തിൻ്റെ കേസിന് മൂന്നാംകിട പ്രോസിക്യൂഷൻ. അതായത് പ്രോസിക്യൂഷൻ വരുന്നത് എപ്പോഴാണ്? നല്ല വക്കീലന്മാർ പലപ്പോഴും ജുഡീഷ്യൽ ഓഫീസർമാരായിട്ട് പലരും പോകാറുണ്ട് ആദ്യ സ്റ്റേജിൽ. അതുപോലെ തന്നെ ലോ ഓഫീസർമാരായിട്ടൊക്കെ നിരവധി അവസരങ്ങൾ കിട്ടിപ്പോകും. വേറൊരു വിഭാഗമുണ്ട്, അങ്ങനെ പോകാൻ താല്പര്യമില്ലാത്ത മിടുക്കന്മാരായ വക്കീലന്മാരുണ്ട്. അവർ കോടതിയിൽ തന്നെ നിൽക്കും. അവർ ഒരിക്കലും പ്രോസിക്യൂഷൻ ആവാൻ പോകില്ല, പ്രോസിക്യൂട്ടർ ആവാൻ പോകില്ല. കാരണം എന്തറിയാമോ? അവർക്ക് കിട്ടുന്ന ഒരു കേസിൻ്റെ വരുമാനം പോലും ആവില്ല അവർക്ക് ഈ കിട്ടുന്ന മാസ വരുമാനം. അപ്പോൾ അവർ പോവില്ല. പിന്നെ ആരാ വരുന്നത്? അതിൽ മൂന്നാം കിടയും നാലാം കിടയുമാണ് പലപ്പോഴും ഈ പ്രോസിക്യൂഷനിലേക്ക് വരുന്നത്. അതിൽ തന്നെ എങ്ങനെയാണെന്ന് നോക്കുന്നത്, രാഷ്ട്രീയം ആണ് വരുന്നത്. ഭരിക്കുന്ന കക്ഷിയുടെ ആളായിരിക്കും പ്രോസിക്യൂട്ടറായിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് യാതൊരു, ഇപ്പോൾ ഗ്രീഷ്മയുടെ കേസ് നമുക്കറിയാം. വിനീത് കുമാർ എന്ന് പറഞ്ഞ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയതുകൊണ്ട് മാത്രമാണ് ആ കേസ് ശിക്ഷിക്കപ്പെട്ടത്. സാധാരണ പ്രോസിക്യൂട്ടർ ആണെങ്കിൽ പലപ്പോഴും ഇത് ശിക്ഷിക്കപ്പെടാൻ ചാൻസ് ഇല്ല. കാരണം വെച്ചാൽ അവർക്ക് അതിനുള്ള എഫിഷ്യൻസി ഇല്ല. കാരണം ഇത് തെളിവുകൾ പ്രത്യക്ഷമായ തെളിവുകളില്ലാത്ത ഒരു കാര്യമായിരുന്നു ഗ്രീഷ്മയുടെ കേസ്. അത് വിനീത് കുമാർ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടാണ്. ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വാദി ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ഇര ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഇങ്ങനെ ഒരു ആളെ തന്നെ വേണം ഈ കേസ് വാദിക്കാൻ. പക്ഷേ അത് പലപ്പോഴും കോടതി ഗവൺമെൻറ് സമ്മതിക്കാറില്ല. പക്ഷേ ഈ ഗ്രീഷ്മയുടെ കേസിൽ ഇത് വിവാദമായതുകൊണ്ട് അങ്ങനെ സമ്മതിച്ചുകൊണ്ട് പറ്റിയതാണ്. ഇതെല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല. അപ്പം നല്ല പ്രോസിക്യൂട്ടർ ഉണ്ടാവണം, നല്ല SHOമാരുണ്ടാവണം. SHOമാരെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് ഈ മഹേന്ദ്ര സിംഗിൻ്റെ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു 16-17 വർഷത്തെങ്കിലും സർവീസ് കാണും. മിനിമം 15 വർഷത്തെ സർവീസ് കാണും, എങ്കിലേ CI ആവുള്ളൂ. അപ്പോൾ ആ CI എന്ന് പറയുന്ന ആളിന് ഇത്രയും നാളത്തെ ഈ സർവീസ് ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ഒരു ഉന്നത പദവിയിലേക്ക് പോകേണ്ട സമയമായി. അപ്പോഴാണ് SHOയുടെ ചാർജ് കൊടുക്കുന്നത്. SHO എന്ന് പറഞ്ഞാൽ പുതിയത് വരുന്ന പിള്ളേർക്ക് കൊടുക്കേണ്ടതാണ്. കാരണം അവരൊരു 10 വർഷം ആ ജൂനിയറായിട്ട് കയറുന്ന SI അവിടെ ഭയങ്കരമായിട്ട് മിന്നി നിൽക്കേണ്ട സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ അവരെ ഇയാളുടെ കീഴിലിട്ട് വേറൊരു കോൺസ്റ്റബിളാക്കി മാറ്റുകയാണ്. അപ്പോൾ രണ്ട് വിഭാഗമാണ്. ഈ വരുന്ന SIയുടെ നിലവാരവും ഇല്ലാതാവും, CIക്കാണെങ്കിൽ മടുപ്പാവും. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യം, നിലവാരമില്ലാത്ത ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ചില ഉദ്യോഗസ്ഥരോട് തന്നെ സംസാരിച്ചു. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ യാതൊരു കോമൺ സെൻസും ഇല്ലാതെ പെരുമാറുന്നത്? കോടതിയുടെ ഭാഗത്തുനിന്ന് അടുത്തിടെ തിരിച്ചടി ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യണമല്ലോ. ഇങ്ങനെ ഒരു പ്രതി അയാൾ ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അറിയിക്കേണ്ട ആൾക്കാരെ അറിയിച്ച് നടപടി കൈക്കൊണ്ടേ പറ്റൂ. ഇവിടെ ഒരു പക്ഷേ അയാൾ ഹൈപ്പത്തറ്റിക്കലായിട്ട് ചിന്തിച്ചായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ ഇയാൾ ചെയ്യേണ്ട കാര്യം ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ 2 ജീവനുകൾ ഇന്ന് ശേഷിച്ചേനെ. എന്തോ ആവട്ടെ, എന്തുകൊണ്ട് ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ കെടുകാര്യസ്ഥതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറയുന്നൊരു കാര്യമാണ്, ഇപ്പോഴത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എസ്പെഷ്യലി ന്യൂജനിൽ പെടുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീരസാഹസിക കൃത്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസായിട്ട് നിറയണം, യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് വരണം. അവർ ഒരു ഉത്സവപ്പറമ്പിലേക്ക് ചെന്ന് ഇറങ്ങുന്നു. അവിടെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് അത്യാവശ്യം ഒരു സുരേഷ് ഗോപി ഭരത്ചന്ദ്രൻ മോഡലിൽ അവർ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, ഉദ്യോഗസ്ഥരെ അങ്ങോട്ടൊക്കെ ഡിപ്ലോയ് ചെയ്യുന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നു. ഇതെല്ലാം റീൽസ് ആക്കുക. അതായത് മൊബൈൽ ചിത്രീകരിച്ചതിന് ശേഷം അത്യാവശ്യം സിനിമാ പാട്ടൊക്കെ ഇട്ടിട്ട് ഇവർക്കൊരു ഗ്ലാമർ സിനിമാ താരത്തിൻ്റെ പരിവേഷം കൊടുത്തുകൊണ്ട് അവർ തന്നെ ഏർപ്പാടാക്കുന്ന ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നു, അവർ തന്നെ എഡിറ്റ് ചെയ്യുന്നു, അവർ തന്നെ മറ്റ് ഫാൻസ് പേജുകൾ ഉണ്ടാക്കി, സോ SIയുടെ അല്ലെങ്കിൽ CIയുടെ ഫാൻസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ടാക്കി സ്വന്തം പേജിൽ ഇടാൻ പറ്റത്തില്ല. ഇവരങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യും. ഇത് കണ്ട് ആസ്വദിക്കും, ലൈക്ക് ഷെയർ അടിക്കാൻ കുറേയധികം പോലീസുകാരും ഉണ്ടാവും. ഒരുപക്ഷെ പോലീസുകാർ നിവൃത്തിയോടുണ്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഇതാണ് പലപ്പോഴും സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ബേസിക് പോലീസിങ്ങിനെ കുറിച്ചിട്ട് ഇവർക്ക് യാതൊരു സെൻസുമില്ല. എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. കൃത്യനിർവഹണ ബോധമുള്ള, നീതിബോധമുള്ള, വിവരവും വിജ്ഞാനവുമുള്ള നല്ല ഓഫീസർമാർ ഒരുപാട് പേരുണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് കൂടി അപമാനമായിക്കൊണ്ടാണ് ഈ ഇൻസ്റ്റാ കുട്ടന്മാർ കേരള പോലീസിൽ കിടന്ന് വിരവുന്നത്. പച്ച മലയാളത്തിൽ അത് തന്നെ പറയാം. ഒരു ഉദാഹരണം പറയാം. തിരുവനന്തപുരം നഗരത്തിലെ, അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണമാണ്. തിരുവനന്തപുരം നഗരത്തിലെ ഒരു കുപ്രസിദ്ധ ക്രിമിനൽ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും. അയാൾ ഒരു കേസിൽ, പ്രമാദമായ ഒരു കേസിൽ പെടുന്നു. അയാളെ കോടതി ശിക്ഷിക്കുന്നു, തൂക്കുകയറാണ് കൊടുക്കുന്നത്. ഇയാൾ പിന്നീട് ഹൈക്കോടതിയിൽ പോകുന്നു, അപ്പീൽ പോകുന്നു, തൂക്കുകയറി എന്നൊക്കെ അയാൾ ഊരി വരുന്നു. ശിക്ഷയൊക്കെ ഇല്ലാണ്ടായി തന്നെ അയാൾ ഓൾമോസ്റ്റ് ഫ്രീ ബേർഡിനെ പോലെ ആകുന്നു. പക്ഷേ ആ മേഖലയിലെ അയാൾ അധിവസിക്കുന്ന ആ നഗരത്തിലെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ, ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, അയാൾ ഊരി വന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പണി കൃത്യമായി ചെയ്യണം. അയാൾ കൃത്യമായി മോണിറ്റർ ചെയ്യൂ, അയാളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക, അയാളുമായി ബന്ധപ്പെട്ട ആൾക്കാർ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു, പുതിയ ആക്ടിവിറ്റീസ്, അടിക്ക് തിരിച്ചടി ഉണ്ടാകുമോ, ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കാനായിട്ട് സ്ഥിരമായിട്ട് ഇയാളെ ഒന്ന് നിരീക്ഷിക്കാനായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏർപ്പാടാക്കുന്നു. ഈ ഉദ്യോഗസ്ഥൻ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അന്നേരം ഈ ഗുണ്ട ചെയ്തൊരു കാര്യം, ഇയാൾ നേരെ ഹൈക്കോടതിയിൽ പോയി, എന്നെ പോലീസുകാർ ചുമ്മാ നിരീക്ഷിക്കുകയാണ്, ഇത് എൻ്റെ സ്വകാര്യതയെ ഹനിക്കുകയാണ്, എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല,
എൻ്റെ കുടുംബത്തിൻ്റെ പ്രൈവസി നഷ്ടമാകുന്നു. അതുകൊണ്ട് പോലീസുകാർ എന്നെ നിരീക്ഷിക്കാൻ പാടില്ല. ഈ പാടില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഹൈക്കോടതി പോയ സമയത്ത്, അതായത് നേരത്തെ കേസിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് ഊരി വന്ന് അടുത്ത് നിരീക്ഷിക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ പോകുന്ന ഗ്യാപ്പിനിടയിൽ പുള്ളി 2 കേസുകളിൽ പ്രതിയായി. അത്യാവശ്യം വധശ്രമമാണ്, അത്യാവശ്യം അകത്ത് കിടക്കാൻ വകുപ്പുള്ള കേസുകൾ തന്നെയാണ്. ആ പ്രതിയാണ് തന്നെ പോലീസുകാർ നിരീക്ഷിക്കുന്നത് കൊണ്ട് തൻ്റെ സ്വകാര്യത നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി. കോടതി ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഉത്തരവിട്ടു. ഈ ഗുണ്ടയുടെ സ്വകാര്യതയെ പോലീസുകാർ മാനിക്കണം, അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകരുത്. ഇങ്ങനെ വിധി വന്ന കോടതികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ എങ്ങനെ പോലീസുകാർ കർത്തവ്യബോധത്തോടു കൂടി നീങ്ങും? പോയാലും കോടതിയുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും തങ്ങൾക്ക് അനുകൂലമായിട്ടൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പോലീസുകാരുടെ ഒരു പരിവേദന. ഇതിൻ്റെ ഒരു മറുവശം പറയാം, പോലീസുകാരുടെ അറിവില്ലായ്മയോ വിവരമില്ലായ്മയോ പറയാം. മറ്റൊരു സ്റ്റേഷനിൽ, നഗരം ഞാൻ പറയുന്നില്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ലിസ്റ്റ് എടുത്ത് കൊടുത്തു. ആ നഗരത്തിലെ കുപ്രസിദ്ധ ഗുണ്ടകളുടെ ലിസ്റ്റാണ്. അതിൽ ഏറ്റവും നമ്പർ 1 പേരുകാരനായ ഒരു ഗുണ്ടയുണ്ട്, കുപ്രസിദ്ധ, എന്താ പറയുക, സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞ കോൾഡ് ബ്ലഡഡ് ക്രിമിനൽ സോ ആൻഡ് സോ. നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു പിച്ചാത്തി സുകുമാരൻ എന്നാണ് അദ്ദേഹം നാട്ടിൽ അറിയപ്പെടുന്നത് എന്ന് കരുതുക, ഒരു ഹൈപ്പത്തറ്റിക്കൽ പേരാണ്. അപ്പോൾ ഇയാൾ അറിയപ്പെടുന്ന പിച്ചാത്തി സുകുമാരൻ എന്നുള്ള പേരിലായതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റ് കിട്ടിയ പോലീസുകാരൻ, പിച്ചാത്തി സുകുമാരൻ്റെ പേര് ഇതിലൊന്നുമില്ല, വേറെ ഏതോ ഒരു സുകുമാരൻ നായർന്നോ അല്ലെങ്കിൽ സുകുമാരൻ നാഥെന്നോ അങ്ങനെ എന്തോ ഒരു പേര് കാണുന്നുണ്ട്. ഇയാൾ എന്ത് ചെയ്തു? വലിയ കാര്യമായ അന്വേഷണമൊന്നും നടത്തില്ല. ഇത് ഏതോ ലോക്കൽ ചട്ടമ്പികളുടെ ലിസ്റ്റാണെന്ന് കരുതി ഇയാൾ റൊട്ടീനായിട്ടുള്ള ചെക്കപ്പ് മാത്രം നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഇയാളോട് ഈ മേലുദ്യോഗസ്ഥൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആ പറയുന്ന കക്ഷിയുടെ, ഗുണ്ടയുടെ വിവരങ്ങൾ നിരീക്ഷിച്ചായിരുന്നു? ഇല്ല, ആ ഗുണ്ടയുടെ പേര് ഇതിലില്ലല്ലോ. ഇതിൽ നോക്കൂ, ഇതിൽ മറ്റൊരു പേരാ. അതായത് ആ ഗുണ്ട അറിയപ്പെടുന്ന ആ ഒരു വട്ടപ്പേര്, ആ പേരിനപ്പുറത്തേക്ക് അയാളുടെ യഥാർത്ഥ പേരെന്താണ്, ആ പേര് മനസ്സിലാക്കി അയാളെ നിരീക്ഷണ വിധേയമാക്കുവാനുള്ള സാമാന്യ ബുദ്ധി പോലും ഈ പോലീസുകാരനില്ല എന്നുള്ളതാണ്. മേലുദ്യോഗസ്ഥൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്യാനില്ല. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു. പക്ഷേ താഴെത്തട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇതിൻ്റെ എല്ലാം ഉത്തരവാദി ആഭ്യന്തര വകുപ്പ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. ഇതിനകത്ത് ഒരു ക്രിമിനൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ആദ്യം നമ്മൾ വിലയിരുത്തേണ്ടതാണ്. അതായത് ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പറഞ്ഞാൽ കേൾക്കാത്തവൻ, വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞാൽ കേൾക്കില്ല, സ്കൂളിൽ പോകുമ്പോൾ അവിടെ പറഞ്ഞാൽ കേൾക്കില്ല, നാട്ടിൽ പറഞ്ഞാൽ കേൾക്കില്ല, പോലീസ് പറഞ്ഞാൽ കേൾക്കില്ല. അവിടെയാണ് ഒരു ക്രിമിനൽ ഉണ്ടാകുന്നത്, ഒരു ഗുണ്ട ഉണ്ടാകുന്നത്. അവരെ കൈകാര്യം ചെയ്യേണ്ടത് സാധാരണഗതിയിലുള്ള ഒരു അബദ്ധം പറ്റിയ ഒരു മരണം, ഒരു കൊലപാതകം നടത്തുകയോ അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങൾ കൊണ്ടൊരു അക്രമം കാണിക്കുകയോ കൊലപാതകം നടത്തുകയോ ചെയ്യുന്ന ഒരു പ്രതിയോട് കാണിക്കുന്ന പോലെ അല്ല വേണ്ടത് എന്നുള്ളത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും കോടതികൾ പോലും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 2 തിയറികളാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന് പഴയ ഡിറ്ററൻറ്റ് തിയറി, ഇപ്പോൾ പുതിയത് റീഹാബിലിറ്റേഷൻ തിയറിയാണ്. അതായത് പ്രതിയായിട്ടല്ല അവർ കാണുന്നത്. പ്രതിയെ അവർ കാണുന്നത് നിയമത്തിനോട് കോൺഫ്ലിക്റ്റ് ഉള്ള ആൾ, കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, അതാണ് അവർ കാണുന്നത്. കോൺഫ്ലിക്റ്റ് വിത്ത് ലോ അല്ല ഇത്തരം ക്രിമിനൽ കാണിക്കുന്നത്. അതായത് തമിഴ്നാട്ടിലൊരു കൊലപാതകം നടന്നു, ഒരു കൊലപാതകമല്ല, ആ ഒരു കൊലപാതകം നടന്നപ്പോൾ ആ പ്രതി പോലീസ് സ്റ്റേഷനിലാക്കി. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ഇയാളെ പരോളിൽ വിടുന്നതിനിടയ്ക്ക് അയാളെ വീട്ടുകാരെ ഒരു പ്രതിയുടെ എതിർഭാഗത്തിൻ്റെ ആൾക്കാർ വന്ന് കൊല്ലുകയാണ്. അപ്പോൾ ഇയാൾ പരോളിൽ ഇറങ്ങിയിട്ട് പിന്നീട് മറ്റവരെ കൊല്ലുകയാണ്. ഇങ്ങനെ 6 തലമുറയെ പരസ്പരം കൊന്ന ഒരു കേസ്, പ്രമാദമായ കേസ്. ഇത് പരസ്പര വാശിയാണ്. ആ വാശി ഇതുപോലെയാണ് ഈ ചെന്താമരയുടെ രീതിയും കാണുന്നത്. കാരണം അയാൾ സൈക്കോയാണ്. അയാളെ നമ്മൾ കോൺഫ്ലിക്റ്റ് ഓഫ് ലോയുടെ പരിധിയിൽ കൊണ്ടുവരാനോ റീഹാബിലിറ്റേഷൻ തിയറി കൊണ്ടുവരാനോ പറ്റുന്ന ആളല്ല. പക്ഷേ കോടതികൾ പലപ്പോഴും ഇപ്പം നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഗിരീഷ്മയുടെ കേസിൽ വളരെ വിവാദമായതാണ് ജസ്റ്റിസ് കമാൽ പാഷയുടെ ഒരു ന്യായം. അത് അസാധാരണമായ ഒരു സാധനമല്ല, സാധാരണയിൽ സാധാരണമായെന്നും പറയാവുന്നതാണ്, ഒരു പ്രേമത്തിൻ്റെ പിന്നിലുണ്ടായതാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വാദിച്ചത് വലിയ വിവാദമായി. അപ്പോൾ ഇതിപ്പോൾ കോടതികളുടെ പൊതു സമീപനം ഇതാണ്. ഈ സമീപനമാണ് പലപ്പോഴും കുഴപ്പം ചെയ്യുന്നത്. പ്രതിയെ തരംതിരിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. അതായത് ഹാർഡ് കോഡ് ക്രിമിനൽ താങ്കൾ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ സൈക്കോ ക്രിമിനൽ, അതുപോലെ തന്നെ ഹാബിച്വൽ ഒഫൻഡർ, ഇങ്ങനെ കുറ്റങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഇവരെയൊക്കെ വേർതിരിച്ച് കണ്ട് അവരെ പ്രത്യേക രീതിയിൽ കാണാൻ പോലീസിന് തയ്യാറാകുന്നില്ല. പോലീസിൻ്റെ നിരീക്ഷണം അവിടെ പറ്റുന്നില്ല. ഞാൻ നേരത്തെ ഒരു എസ് ഐയുടെ കാര്യം പറഞ്ഞില്ലേ, അയാളോട് CI ചോദിക്കുന്ന മുഴുവൻ ഇതാണ്, നിനക്ക് ഇത് എന്തുകൊണ്ട് മനസ്സിലായില്ല? നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഒരുത്തൻ, അല്ലെങ്കിൽ നമ്മളുടെ നിന്ന് മുങ്ങി നടക്കുന്ന ഒരുത്തൻ, അവൻ്റെ സ്വഭാവ രീതി, അവൻ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത് പഠിക്കാൻ നിനക്ക് കഴിയുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ആ രീതിയിൽ ചോദിക്കാനുള്ള ഓഫീസർമാരിന്നില്ല. കാരണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ
ഇപ്പോൾ ട്രേഡ് യൂണിയനിസവും ഭയങ്കരമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ താഴെക്കടയിലുള്ള ആളിനോട് ചോദ്യം ചെയ്യുന്നത് പോലും ബുദ്ധിമുട്ടായിരിക്കുകയാണ്. പഴയ രീതിയിലൊരു CIക്ക് SIയോട് പെരുമാറാൻ പറ്റില്ല, DYSPക്ക് പിന്നെ CIയോട് പെരുമാറാൻ പറ്റുന്നില്ല. പലപ്പോഴും DYSPമാർക്ക് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, SHOമാർ SIയിൽ നിന്ന് CI മാറിയതാണ്. ചുറുചുറുക്കുള്ള ട്രെയിനിങ് കഴിഞ്ഞിറങ്ങി ഒരു 10 വർഷത്തേക്ക് നല്ല പിന്നെ രക്തത്തളപ്പോടുകൂടി പ്രവർത്തിക്കുന്ന SIമാരെ നമ്മൾ SHOമാരാക്കാതെ 15-20 വർഷമായി മുരടിച്ച് സർവീസിൽ നിന്ന് മടുത്തിരിക്കുന്നവരെ പിടിച്ച് CI എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, ചിലരുണ്ട് മരണം വരെയും എനിക്കൊരു പോലീസ് ഓഫീസർ ആയിരിക്കണം, അന്വേഷണം നടത്തണം, കണ്ടെത്തണം എന്ന് പറഞ്ഞു നിൽക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. കുറേ പേര് മടുത്തു പോവും, വെറുത്തു പോവും. കാരണം ഇതിനകത്ത് പലവിധ പ്രഷറാണ് അവർക്ക്. പോലീസിൻ്റെ പ്രഷർ, പിന്നെ രാഷ്ട്രീയക്കാരുടെ പ്രഷർ, പൊതുജനങ്ങളുടെ പ്രഷർ, മോൾത്തട്ടിൽ നിന്നുള്ള പ്രഷർ, ഇതെല്ലാം അതിജീവിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ശൃംഖല ശരിയാക്കാതെ ഒരു കാരണവശാലും ഇത് നേരെ പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഈ ഡിറ്ററൻറ്റ് തിയറി ചില സന്ദർഭങ്ങളിൽ ആവശ്യമായി വരും. ഇപ്പം നമ്മൾ പിന്നെ നമ്മുടെ ജനസംഖ്യ വളരെ കൂടുതലാണ്. ആ ജനസംഖ്യ കൂടുതലാകുമ്പം അതിനനുസരിച്ച് നമ്മുടെ സാമ്പത്തിക ഞെരുക്കം ഉണ്ട്. അപ്പോൾ നമ്മുടെ പല ആൾക്കാരുടെയും രീതികൾ പലപ്പോഴും സമൂഹത്തിൽ നിലവിലുള്ള സംവിധാനവുമായി ഒത്തുപോകുന്നതാവണമെന്നില്ല. അപ്പോൾ നമ്മൾ അവരെ നിലവിലുള്ള സംവിധാനമായിട്ട് ഒത്തുപോക്കുന്നതിനായിട്ട് കൊണ്ടുപോയാൽ ചിലപ്പം ശരിയാവണമെന്നില്ല. ഈ റീഹാബിലിറ്റേഷൻ തിയറിയിൽ പറയുന്നത്, നിങ്ങളൊരാളെ കോടതി ജയിലിൽ പിടിച്ചിടുമ്പോൾ അയാൾ അവിടെ എല്ലാ സുഖസൗകര്യവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇയാളെ സമൂഹവുമായി ബന്ധപ്പെടുത്താനാണ് ഈ പരോളിൽ വിടുന്നത്. പരോളിൽ വിടുമ്പോൾ അയാൾ പോയി സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ അറിയുകയും, മകള് കരഞ്ഞുകൊണ്ട് പറയുകയാണ് എത്രയും പെട്ടെന്ന് വരണം എന്ന് പറയും, ഭാര്യ 100 പ്രശ്നങ്ങൾ പറയും, അമ്മ 100 പ്രശ്നം, ഇങ്ങനെ അവർക്കൊരു ഫാമിലി ബന്ധം ഉണ്ടാക്കിയെടുത്ത് ഇവരെ മാറ്റിയെടുക്കാമെന്നാണ്. പക്ഷേ ഇത് ഈ സൈക്കോകൾക്കും ഹാർഡ് കോർ ക്രിമിനൽസിനും പലപ്പോഴും നടക്കാറില്ല. അവരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. അവർ നേരെ വേറെ അതാണ് പോലീസിൻ്റെ നിരീക്ഷണം വേണ്ടത്. ഓരോ പരോളിൽ പോകുന്നയാളും ഓരോ ജാമ്യത്തിൽ ഇറങ്ങുന്ന പ്രതിയും ശ്രദ്ധിക്കേണ്ടത് പോലീസിൻ്റെ കടമയാണ്. പോലീസ് അത് വളരെ സ്ട്രിക്റ്റായിട്ട് നിരീക്ഷിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ പോലീസ് നിരീക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പോലീസിന് സാധിക്കില്ല. അത് പോലീസ് ഇപ്പം നിയമം നടപ്പിലാക്കേണ്ട ആഭ്യന്തര വകുപ്പാണെന്ന് താങ്കൾ പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് അല്ല നിയമം നിയമം നടപ്പിലാക്കുന്നത് താഴെ തട്ടിലെ ഒരു കോൺസ്റ്റബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു SI ആയിരിക്കും, അല്ലെങ്കിൽ ഒരു CI ആയിരിക്കും, SHO ആയിരിക്കും. അതിനപ്പുറത്തോട്ട് നിയമം പിന്നെ അവർ രണ്ടാമതേ വരുള്ളൂ, മൂന്നാമതേ വരുള്ളൂ, നാലാമതേ വരുള്ളൂ. അപ്പോൾ ആദ്യത്തെ നിയമപാലകൻ എന്ന് പറയുന്നത് പഴയ ഞാൻ പറയാറുണ്ട്, തീക്കുറ്റി ഏട്ടുകുട്ടമ്പിള്ള ഒരു കമ്പും കൊണ്ട് നടക്കും. ആ കമ്പ് മതി കായങ്ങളും കൊച്ചുണ്ണിയും എത്തിക്കര പക്കിയൊക്കെ ഓടിക്കാൻ. അവരൊക്കെ നിസ്സാരന്മാരായിരുന്നില്ല. നമ്മൾ ഈ കഥയിൽ കേൾക്കുന്ന പോലെ അവരൊക്കെ മാന്യന്മാരായ കള്ളന്മാരായിരുന്നില്ല. അവരും ഹാർഡ് കോർ ക്രിമിനൽസ് തന്നെയായിരുന്നു. പക്ഷേ അവരവരെ ഓടിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു പോലീസ് കോൺസ്റ്റബിളിന് കഴിയുമെങ്കിൽ, ഒരു SIക്ക് കഴിയുമെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിയമത്തിൻ്റെ താഴെത്തട്ടിലെ പരിപാലകൻ പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് വിദേശ രാജ്യങ്ങളിലെല്ലാം നടക്കുന്നത്. ആ താഴെത്തട്ടിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നടക്കില്ല, മലയാളിക്ക് ഇത് പറ്റില്ല എന്ന് പറയും. പക്ഷേ ഇവിടുന്ന് പോകുന്ന ആൾ ദുബായി ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സാധാ കോൺസ്റ്റബിൾ പറയുന്നത് കേട്ട് പഞ്ചഭുജമടക്കി നിൽക്കുമല്ലോ. അവിടുത്തെ സീബ്ര ലൈൻ പോലും തെറ്റിക്കില്ലല്ലോ. ഏത് രാജ്യത്ത് പോയാലും, അമേരിക്കയിൽ പോയാലും അവിടുത്തെ നിയമം പാലിക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ ഇവിടെ നിയമത്തിൻ്റെ ഒരു ലാക്സിറ്റി, അല്ലെങ്കിൽ അത് പാലിക്കേണ്ടവർ ചെയ്യുന്ന ചില അപാകതകൾ വലുതാണ്. അതാണ് ആഭ്യന്തര വകുപ്പിന് പറ്റുന്ന കുഴപ്പം. താഴെ തട്ടിലുള്ളവരെ പെർഫെക്റ്റാക്കി നിർത്തിയില്ലെങ്കിൽ നിയമം ഒരിക്കലും പാലിക്കാൻ പറ്റാതെ. ഈ ആഭ്യന്തര വകുപ്പിൻ്റെ പിടിപ്പുകേട് പറയുന്ന പോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിന്നെ പ്രോസിക്യൂഷൻ്റെ പിടിപ്പുകേട്. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന അവരുടെ പിടിപ്പുകേട്. ഈ പ്രോസിക്യൂഷൻ്റെ പിടിപ്പുകേട് ഞാൻ ഇന്നലെ മിനിങ്ങാന്ന് കോടതിയിൽ ചെന്നപ്പോൾ, തിരുവനന്തപുരം കോടതിയിൽ പോയപ്പം കണ്ട ഒരു കാര്യമാണ്. അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ നീതി പാലിക്കുക, പിന്നെ ക്രിമിനലിനെ സംരക്ഷിച്ചുകൊണ്ട് വക്കീലിനെതിരെ നിൽക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വക്കീലന്മാർ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പം അവിടുത്തെ വളരെ പ്രഗത്ഭനായ ജനസേവകനായ ഒരു വക്കീലിനെ ക്രിമിനലുകൾ കയറി, അദ്ദേഹത്തിന് വക്കീലിന് എപ്പോഴും ഒരു പ്രതി ഉണ്ടാവുമല്ലോ, ആ ക്രിമിനലുകൾ കയറി അടിച്ചിരിക്കുകയാണ്. ആ അടിച്ച ക്രിമിനലിന് വേണ്ടിയിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിക്കുകയാണ്. അത് വെറും പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയമായിട്ട് സ്വന്തം പിന്നെ സഹജീവിയെ പോലും ഒറ്റിക്കൊടുക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ സഹപ്രവർത്തകനെ പോലും ഒറ്റിക്കൊടുക്കുന്ന വിധത്തിൽ ഒരു പ്രോസിക്യൂട്ടർ പെരുമാറി എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് പിന്നെ വക്കീലാണെന്ന് പറഞ്ഞുകൊണ്ടാക്കി നീതി കൊടുക്കണം എന്നല്ല. പക്ഷേ അയാളുടെ ഭാഗത്ത് ജസ്റ്റിസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രോസിക്യൂട്ടർ അവിടെ നിൽക്കണ്ടേ? അതിന് പകരം പ്രതിക്ക് വേണ്ടി, ക്രിമിനലിന് വേണ്ടി അനുകൂലമായി നിൽക്കുകയും അവർക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു. അപ്പോൾ വീണ്ടും ഇനി ആ വക്കീലിനെ ഇവരെടുത്തിട്ട് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വക്കീലന്മാർ മൊത്തം, തിരുവനന്തപുരം ബാറിലെ വക്കീലന്മാർ മൊത്തം ഇളകി
ഇത് പ്രശ്നമാക്കിയത്. മനസ്സിലായി. ഇത് പ്രോസിക്യൂഷൻ്റെ ഒരു വലിയ അപാകതയാണ്. ഇതിൽ ഇപ്പോൾ ഈ ചെന്താമരയുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അയാൾ പോലീസ് പിടിച്ചു. അയാൾ ചിക്കനും ചോറും ഒക്കെയാണ് സ്റ്റേഷനിൽ വന്ന ഉടനെ ആവശ്യപ്പെട്ടത്. പോലീസുകാർ ഓംലെറ്റും ഇഡ്ഡലിയൊക്കെ വാങ്ങിക്കൊടുത്ത് അയാൾ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അയാളെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അയാളെ കോടതിയിൽ ഹാജരാക്കി അയാൾ റിമാൻഡിലേക്ക് പോവുകയാണ്. അതാണ് അടുത്ത നടപടി. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മാധ്യമ വാർത്തകൾ ശരിയാണെങ്കിൽ ഇയാൾ ആദ്യം പറഞ്ഞതായി വരുന്നത് ഇയാൾ 5 പേരെ കൊല്ലാനായിട്ട് ശ്രമിച്ചിരുന്നു. അതിന് മുന്നേ ചില ചാനലുകളിൽ 6 പേരെ കൊല്ലാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട്. ഇതിലേതാണ് ശരി എന്നുള്ളത് കൃത്യമായിട്ട് ഇനി തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ലഭ്യമാകുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ 6 പേരെയാണ് ഇയാൾ കൊല്ലാൻ തീരുമാനിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് 6 പേരെന്നുള്ളത് പ്രസക്തമായ ചോദ്യമല്ലേ? കാരണം അയാൾ 2 പേരെ കൊന്നിട്ടുള്ളൂ. അതിൽ ഒന്ന് ഈ പറയുന്ന സുധാകരൻ, അദ്ദേഹത്തിൻ്റെ അമ്മ. പിന്നെ 4 പേർ എന്ന് പറയുന്നത് ഒരു പ്രോബബിൾ ആയിട്ട് വരുന്ന 4 പേർ എന്ന് പറയുന്ന ആ 2 പെൺകുട്ടികളാണ്. അയാളുടെ ശത്രുപക്ഷത്ത് അയാൾ കാണുന്ന കുടുംബത്തിൽ ഇനി ശേഷിക്കുന്ന 2 പേർ എന്ന് പറയാൻ ആ 2 പേർ. പിന്നെ അയാൾ പറയുന്നു അയാളുടെ ഭാര്യയെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു, അയാളുടെ മകളെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു, മരുമകനെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു. ഇങ്ങനെയുള്ള പല നറേഷൻസ് പോലീസ് പറയുന്നതായി, അതായത് ചെന്താമര പറഞ്ഞതായി പോലീസ് പറഞ്ഞു എന്ന തരത്തിൽ മാധ്യമങ്ങൾ പറയുന്നു. ഇതിൽ ആര് പറഞ്ഞതാണ് ശരി എന്നുള്ളത് ഇനിയും തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇപ്പം ഏറ്റവും ഒടുവിൽ ചാനലിൽ വരുന്നൊരു വിവരം 3 പേരെ കൊല്ലാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അതായത് കൊന്ന 2 പേരല്ലാണ്ട് ഇനി 3 പേരെയും കൂടെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു. അതാണ് ഇപ്പോൾ ഫൈനൽ ഫിഗറായിട്ട് മാധ്യമങ്ങൾ പറയുന്നത്. ആ 3 പേര് ആരൊക്കെയാണ്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. അയാളുടെ ഭാര്യ, അതായത് ചെന്താമര അയാളുടെ സ്വന്തം ഭാര്യയെയും അയാളുടെ സ്വന്തം മകളെയും അതുപോലെ തന്നെ സ്വന്തം മരുമകനെയും കൊല്ലാനായിട്ട് തീരുമാനിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇതിലൊരു അവിശ്വാസത്തിൻ്റെ എലമെൻറ്റ് ഞാൻ കാണുന്നുണ്ട്. അതായത് പോലീസുകാർ പറഞ്ഞു എന്ന തരത്തിൽ മാധ്യമങ്ങളിലൂടെ ആദ്യം വന്നത് ഈ പറയുന്ന പ്രതിയുടെ വീട്ടിലുള്ള 5 പേർ അല്ലെങ്കിൽ 6 പേർ എന്ന തരത്തിലാണ്. പക്ഷെ ഞങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബാധിക്കപ്പെട്ട സുധാകരൻ്റെ 2 പെൺമക്കൾ രംഗത്ത് വരുമ്പോൾ കേരള മനസാക്ഷി മുഴുവൻ അവർക്കൊപ്പം നിൽക്കുകയാണ്. ഈ 2 പെൺകുട്ടികളെയും ഈ സൈക്കോ കില്ലർ കൊല്ലുമോ എന്നുള്ളൊരു പേടി സമൂഹത്തിൽ നിലനിൽക്കുന്നു, അവർക്കും നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ സൈക്കോ കില്ലറുടെ മൊഴി ഇവരെ കൊല്ലാനായിരുന്നു എൻ്റെ പദ്ധതി, അല്ലെങ്കിൽ ഇവരെയും ഞാൻ കൊല്ലുമായിരുന്നു എന്ന തരത്തിലുള്ള സത്യം പുറത്തു വന്നു കഴിഞ്ഞാൽ അത് പോലീസിനുണ്ടാക്കുന്ന ഡാമേജ് നിസ്സാരമായിരിക്കില്ല. അവർക്കത് പരിഹരിക്കാൻ സാധിക്കില്ല. കാരണം ഈ ചെന്താമര അകത്ത് പോയാലും ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരും, അല്ലെങ്കിൽ അയാൾ ജയിൽ ചാടാതിരിക്കാം, അല്ലെങ്കിൽ പോലീസുകാരെല്ലാവരും കൂടെ ഒത്താശ ചെയ്ത് നാളെ ഇയാൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഈ കുട്ടികളെ കൊല്ലും എന്നുള്ളൊരു ഭീതി സമൂഹത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അത് ഈ നാട്ടിലെ പൊളിറ്റിക്കൽ സംവിധാനങ്ങൾക്ക് ഭൂഷണമായൊരു കാര്യമല്ല. അതുകൊണ്ട് പോലീസ് തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്തൊരു കഥ, അതായത് അയാളുടെ സ്വന്തം ഭാര്യയെയും സ്വന്തം മകളെയും സ്വന്തം മരുമകനെയുമാണ് കൊല്ലാൻ തീരുമാനിച്ചത്. അവരുടെ ജീവന് വിലയില്ല എന്നുള്ളതല്ല, പക്ഷേ അയാളുടെ പ്രതികാരം അയാളുടെ കുടുംബത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നൊരു നറേഷൻ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൽ ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന, അതായത് സുധാകരൻ്റെ മക്കളുടെ ജീവൻ്റെ ഭീഷണിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആ ഒരു ആശങ്ക അത് തൽക്കാലം പരിഹരിക്കാം. പോലീസിനെതിരായ ജനവികാരം, സർക്കാരിനെതിരായ ജനവികാരം ഒന്ന് സപ്രസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഫാബ്രിക്കേറ്റ് ചെയ്തൊരു സ്റ്റോറി ആയിട്ടാണ് ഈ പറയുന്ന ഭാര്യ, മകൾ, മരുമകൻ 3 പേരെയാണ് താൻ കൊല്ലാൻ തീരുമാനിച്ചത് എന്ന് ചെന്താമര പറഞ്ഞതായി ഒരു മൊഴി പുറത്തു വരുന്നത്. പക്ഷേ ഇത് കാലം തെളിയിക്കേണ്ടതാണ്. ചെന്താമര കോടതിയിൽ വരട്ടെ, അതിനുശേഷം അയാളെ റിമാൻഡിൽ കസ്റ്റഡിയിൽ വാങ്ങട്ടെ, തെളിവുകൾ ശേഖരിക്കട്ടെ, ഇയാളുടെ ഭാഗത്തുനിന്ന് എന്താണ് ഒഴിയുന്നത്, ഈ സൈക്കോ ക്രിമിനൽ എന്ത് പറയുന്നു, കേസ് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നോക്കാം. അതിനുശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ആര് സേഫാണ് ആര് സേഫ് അല്ല എന്നുള്ള കാര്യം. കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. നന്ദി.